ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ അടുത്ത കാലങ്ങളിലായിട്ട് ഈ ഈശ്വരവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണല്ലോ. നമ്മൾ ഇന്ന് പലതരത്തിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വളരെ ശക്തമാണ്. ചില ആൾക്കാർ വളരെ ശക്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവം മാത്രമേ ശരിയുള്ളൂ, അതിലാണ് എല്ലാവരും വിശ്വസിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം. വേറൊരു വിഭാഗം ഈശ്വരനേ ഇല്ല, അങ്ങനൊരു സംഭവം വെറും കെട്ടുകഥ മാത്രമാണ്, യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആൾക്കാർ മുഴുവനും ഇത് പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ നിരീശ്വരവാദം ക്കാർ വളരെ ശക്തമായിട്ടല്ല, യുക്തിവാദികൾ വളരെ ശക്തമായിട്ട് പറയുന്നു അന്ധവിശ്വാസം വളർന്നു വരികയാണ് എന്നുള്ള ശക്തമായിട്ടുള്ളൊരു വാദം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ചർച്ചകളും ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതോടുകൂടി ഓരോരുത്തരും അവരവരുടേതായ വ്യാഖ്യാനങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ധാരാളം ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത് കുറച്ചുകൂടെ, എനിക്ക് ഈ ഒരു വിഷയം എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിനെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഈ ആരാധനാലയങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത് ഒരു മാനസികാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ആണ് നമ്മൾ കാണേണ്ടത്. അതായത് നമ്മൾ ഏത് സ്പോർട്സിലോ ഗെയിംസിലോ ബിസിനസ്സിലോ ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലോ ഒക്കെ വലിയ കാര്യങ്ങളൊക്കെ സംഭവിപ്പിക്കാൻ പലപ്പോഴും പറ്റുന്നത് നമ്മൾ മൈൻഡാണ്, അല്ലാതെ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് അല്ല, അതിനേക്കാളും മൈൻഡാണ്. അതായത് നമ്മുടെ എല്ലാം ഉള്ളിൽ ഉള്ള ഒരു സ്ലീപ്പിംഗ് ജയൻറ്റിനെ ഉണർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്. അതിനുള്ള വളരെ സിമ്പിളായിട്ടുള്ള മെക്കാനിസംസാണ് ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാ മതങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. അതിനകത്ത് മാനിപ്പുലേറ്റേഴ്സ് ഉണ്ടാവും, മാനിപ്പുലേറ്റേഴ്സ് ഇഷ്ടംപോലെ മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടാവാം. ആ മാനിപ്പുലേഷൻറ്റേഴ്സ് ഒരു വഴി കൂടെ പോകുമ്പം തന്നെ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ടാവും. പലപ്പോഴും ചില ആൾക്കാർ പറയാറുണ്ട്, അവിടെ പോയി ആ അമ്പലത്തിൽ പോയി അല്ലെ ആ പള്ളിയിൽ പോയി ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ വിചാരിക്കുന്ന കാര്യം സാധിക്കും, അല്ലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ അവിടെ പോയി ഇത്ര ദിവസം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നു. ചില ആൾക്കാർ അവിടെ പോകുന്നു, വലിയ റിസൾട്ട് കിട്ടുന്നു പറയുന്നു. വേറെ ആൾക്കാർ അവിടെ പോകുന്നു, ഒരു റിസൾട്ടും കിട്ടുന്നില്ല, ഇത് വെറുതെ വേസ്റ്റാണ് എന്ന് പറയുന്ന വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് വർക്ക് ചെയ്യുന്നത്? ഇവർ രണ്ടു കൂട്ടരും പോയത് ഒരേ സ്ഥലത്താണ്, ഒരേ രീതിയിലായിരിക്കും പോയി പ്രാർത്ഥിച്ചിട്ടുള്ളത്. പക്ഷേ രണ്ടു കൂട്ടർക്കും രണ്ട് തരത്തിലുള്ള റിസൾട്ടുകളാണ് വരുന്നത്. റിസൾട്ട് ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു. അവരുടെ ജീവിതത്തിൽ ഒത്തിരി വർഷങ്ങളായിട്ട് അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലം അവർ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് പോയി ഇത്ര ദിവസം ഇന്നപോലെയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പം അവർക്ക് സോൾവ് ആയി കിട്ടിയെന്ന് ഒരു വിഭാഗം വളരെ ശക്തമായിട്ട് പറയുന്നു. വേറൊരു വിഭാഗം പറയുന്നു വെറുതെ തട്ടിപ്പാണ്, അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യമാണ്, അത് ഒരിക്കലും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്, ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്നു. എന്താണ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരൊറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. അതായത് നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമ മിക്കവാറും എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. ഈ മണിച്ചിത്രത്താഴ് സിനിമയിൽ അതിനകത്ത് നാഗവല്ലി ശോഭനയാണ് നാഗവല്ലിയായിട്ട് വരുന്നത്. ഈ ശോഭനയ്ക്ക് ഉണ്ടായ ഒരു മാനസിക പ്രശ്നം, അതിന് ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വലിയ എക്സ്പെർട്ടായിട്ടുള്ള സണ്ണി എന്ന് പറഞ്ഞ ഡോക്ടർ വരുന്നു. ലോകത്തെ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന, ലോകത്ത് തന്നെ ഏത് ട്രീറ്റ്മെൻറ്റും കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് അറിവുള്ള ഒരാളാണ് ഡോക്ടർ സണ്ണി. അപ്പോൾ അദ്ദേഹം അവിടെ വരുന്നു. ആ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം ഈ കൂടോത്രം മന്ത്രവാദത്തിലേക്കൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് ഗംഗയുടെ ഹസ്ബൻഡ് സുരേഷ് ഗോപി ആണ് അതിൽ അഭിനയിക്കുന്നത്. അവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നു. ഗംഗ എവിടെ വേണേലും ഞാൻ കൊണ്ട് ട്രീറ്റ് ചെയ്യും എന്നും പറഞ്ഞ് സുരേഷ് ഗോപി അതിനകത്ത് പറയുന്നു. ഇതിനകത്ത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഈ ഡോക്ടർ സണ്ണി ഈ പൂജാ മന്ത്രവാദത്തിലേക്കാണ് അദ്ദേഹം ഫൈനലി പോകുന്നത്. ആദ്യം
അത് മറ്റുള്ള അതായത് പ്രത്യേകിച്ച് അതിനകത്ത് സുരേഷ് ഗോപിയുടെ ക്യാരക്ടറിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ ബാക്കി അത് ഈ മോഹൻലാൽ ഡോക്ടർ സണ്ണിക്ക് കൺവിൻസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് ആ അന്തരീക്ഷം അവിടെ ഉണ്ട്, ഒരു പൂജയുടെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നു തിലകൻ. ആ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നു. അവിടെ ശോഭനയെ കൊണ്ടുവരുന്നു. ആ ശോഭനയുടെ മനസ്സിലുണ്ടായിരുന്ന അതായത് ആ രാജാവിനെ, ശോഭന എന്ന് പറഞ്ഞാൽ നർത്തകി, നേരത്തെ മരിച്ചുപോയ നർത്തകി, ആ രാജാവിനോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ പക തീർക്കാനായിട്ടുള്ള സാഹചര്യം അവരുണ്ടാക്കിയെടുക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സിറ്റുവേഷനിൽ ശോഭന അല്ലെങ്കിൽ നാഗവല്ലി, നാഗവല്ലിക്ക് ഏറ്റവും വൈരാഗ്യം ഉണ്ടായിരുന്ന രാജാവിനെ വെട്ടിക്കൊലപ്പെടുത്തി കഴിഞ്ഞ് അതിൽ നിന്ന് സുഖം പ്രാപിച്ച് പൂർണ്ണമായിട്ടും പുറത്തു വരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ മനസ്സിലുണ്ടായിരുന്ന, അവരുടെ മനസ്സിലെ ആ ബ്ലോക്ക് മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയക്ക് ആ ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കുകയാണ് അവിടെ ചെയ്തിട്ട്, അതിൽ നിന്നും ശോഭനയുടെ മാനസിക പ്രശ്നം പൂർണ്ണമായിട്ട് മാറി പുറത്തു കൊണ്ടിരുന്നതാണ് ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. ഫാസിലാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് പലപ്പോഴും പല ആരാധനാലയങ്ങളിലുമൊക്കെ ചെയ്യുന്ന പ്രക്രിയ. അതിനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നു. വെറുതെ ഒരാൾ അവിടെ വന്നാൽ അതിനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നു. ആ അന്തരീക്ഷത്തിൽ അവിടെ വരുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ പറയുന്നു, ഇന്ന അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഈ പ്രോബ്ലം സോൾവ് ആകും എന്ന് പറയുമ്പം അത് വിശ്വസിച്ച് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതായത് അവിടെ പോയി ചില ആൾക്കാർ പോയി ഒരു ചരട് ജപിച്ച് കൈ കെട്ടി വരുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ ചില അമ്പലങ്ങളിലുണ്ട് വളരെ മാനസിക പ്രശ്നം ഉണ്ടായിട്ടും ചില അമ്പലങ്ങളിലൊക്കെ പോയി നിന്ന്, അല്ലെ പള്ളിയിലൊക്കെ പോയി ഇത്ര ദിവസം അവിടെ നിന്നതിന് ശേഷം അവിടെ നിന്ന് സുഖം പ്രാപിച്ച് പോകുന്നത് കാണാറുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് യാതൊരു കാര്യവുമില്ല എന്നൊരു വിഭാഗം പറയുമ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് വിശ്വാസമാണ്. അതായത് ഒന്നെങ്കിൽ അവരെ പറഞ്ഞു വിട്ട ആളെ അവർ വിശ്വസിക്കുന്നുണ്ടാവാം. അതായത് ഒരു പക്ഷേ ഒരു ജ്യോത്സ്യൻ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെ ഇതിന് മുമ്പ് റിസൾട്ട് കിട്ടിയ ഒരാൾ അത്രമേൽ അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഇന്നടുത്ത് പോയി ഇന്നപോലെ ചെയ്താൽ അങ്ങനെയാണ് നമ്മളുടെ പ്രശ്നം തീർന്നത് എന്ന് പറഞ്ഞപ്പോഴുണ്ടായ വിശ്വാസമായിരിക്കാം, അല്ലെ ജ്യോത്സ്യനിലുള്ള വിശ്വാസമായിരിക്കാം, അല്ലെ അവരൊരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാൾ പറഞ്ഞ അദ്ദേഹത്തിനോടുള്ള വിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ചെന്നാൽ അവിടുത്തെ ഒരു പൂജാരിയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനിയായിട്ടുള്ള ഒരാൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അന്നേരം ഉണ്ടായ വിശ്വാസമായിരിക്കാം. ഇതിലൊക്കെ സംഭവിക്കുന്നത് അവരുടെ പ്രശ്നം, അവർ വർഷങ്ങളായിട്ട് അല്ലെ കാലങ്ങളായിട്ട് അവർ കൊണ്ടു നടന്നൊരു പ്രശ്നം ഇന്ന കാര്യം ചെയ്താൽ മാറും എന്ന് അവരെ വിശ്വസിപ്പിച്ച്, അല്ലെ അവർ വിശ്വസിച്ച് അവർ ചെയ്തതിനകത്തുനിന്ന് അത്രയും ദിവസം കഴിയുമ്പം ആ പ്രശ്നത്തിൽ നിന്ന് അവരുടെ മൈൻഡിൽ നിന്ന് അവർ അത് പോകുന്നു. അവർ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഇതിനകത്തൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ വലിയ സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ തന്നെ സംഭവിക്കുന്നത്. ഇതെല്ലാം മൈൻഡാണല്ലോ. മൈൻഡിൽ നമ്മൾ ശരീരം കൊണ്ടാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന പല സാധനത്തിനെയും ചെയ്യിക്കുന്നത് മൈൻഡാണ്. അപ്പം മൈൻഡ് നമ്മൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലാത്ത നമ്മുടെ ഉള്ളിലെ ആ സ്ലീപ്പിംഗ് ജയൻറ്റിനെ പുറത്തെടുക്കൽ പ്രക്രിയയാണ് പല കേസിലും നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ ലളിതമായിട്ടുള്ള ചിട്ടകളും ചടങ്ങുകളും ഉണ്ടാക്കി വെക്കുന്നിടത്ത് പോയി അത് വിശ്വാസമില്ലാത്ത ആൾ കയ്യിൽ ചരടല്ല കയറ് കെട്ടിയാലും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതേസ്ഥാനത്ത് അത് വിശ്വസിച്ച് ഇതെല്ലാം ആ പോകുന്ന ആളെ ആശ്രയിച്ചായിരിക്കുന്നത്. അല്ലാതെ അവിടുത്തെ ദൈവത്തിനേക്കാളും അല്ല അവിടെ പൂജിക്കുന്നതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആ പോകുന്ന ആൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചെല്ലുന്ന ആൾ വിശ്വസിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ ആ പോകുന്ന ആൾക്കാർ, അവിടെ ചെല്ലുന്ന ആൾക്കാരുടെ വിശ്വാസമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ വേറെ മറ്റു മാജിക്കുകളൊക്കെ, കാരണം അത് അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഇതിനകത്ത് റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ചടങ്ങുകളോ കാര്യങ്ങളോ, അത് ഈ സിനിമയെക്കുറിച്ച് മാത്രം ഓർത്തിരുന്നാൽ മനസ്സിലാവും അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതേ സ്ഥാനത്ത് ഇതൊന്നും ചെയ്യാതെ എന്തുകൊണ്ട് ആ അന്തരീക്ഷം ഉണ്ടാക്കാതെ നോർമലായിട്ട് ചെയ്താൽ ആ ശോഭന അഭിനയിച്ച ആ ക്യാരക്ടർ പൂർണ്ണമായിട്ടും ലോകത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കലാണ് ഇതിനകത്തൊക്കെ നടക്കുന്നത്. ആ വിശ്വാസം അവിടെ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യൽ പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെ ലോജിക്കലായിട്ട് മാത്രം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വരികയില്ല. കാരണം ഇതിനെല്ലാം വർക്ക് ചെയ്യുന്നത്
ഈ വിശ്വാസത്തിൽ കൂടെയാണ്, അതായത് നമ്മളുടെ മൈൻഡിൽ നിന്നും നമ്മളുടെ പ്രോബ്ലം തീർന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവിടെ പോയി ചെയ്തതോടെ നമ്മളെ പ്രോബ്ലത്തിൽ നിന്ന് മുക്തനായി വീണ്ടും പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോയാൽ മാത്രം മതി, പ്രോബ്ലംസ് എല്ലാം തീർന്നു എന്ന് വിശ്വസിച്ച് അവർ വീണ്ടും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ലൈഫ് സ്മൂത്ത് ആവുന്നു. ഇതാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ ഇത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വിശ്വസിക്കാതിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വിശ്വസിക്കാതിരിക്കുന്നവനെ പിടിച്ച് വിശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരവരുടേതായ ഡിസിഷന് വിടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. വിശ്വസിക്കുന്ന ആൾക്കാർക്ക് റിസൾട്ടുകൾ ധാരാളം കിട്ടുന്ന കേസുകളുണ്ട്. വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. ഇതിൽ എല്ലാം സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അത് ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്നും വരികയല്ല. ലോജിക്കലായിട്ട് പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്നത് അവനവൻ്റെ ഞാൻ വിശ്വസിക്കുന്ന മതത്തിലുള്ളതെല്ലാം നമുക്ക് എത്ര ലോജിക്കില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. മറ്റൊരാളുടെ വിശ്വാസങ്ങൾ എടുത്ത് തോണ്ടി അത് ലോജിക്കലായിട്ട് അനലൈസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ കാണാറുണ്ട് ഇന്ന് സൊസൈറ്റിയിൽ. നമ്മളുടെ എല്ലാം കൃത്യമായിട്ട് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പോകുന്നു, നമ്മുടെ ആരാധനാലയത്തിൽ നമ്മൾ പോകുന്നു, കൃത്യമായിട്ട് ചെയ്യേണ്ടതും അതിലപ്പുറം ചെയ്യുന്നു. അവിടെ ആ മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതെല്ലാം 100% ശരിയാണ്, അത് വിശ്വാസമാണ്. വിശ്വാസമല്ല, അത് ഫാക്റ്റാണ്. മറ്റുള്ള ആൾക്കാരുടെ ഇത് വരുന്ന സമയത്ത് അത് നമ്മൾ ലോജിക്കലായിട്ട് അതിൻ്റെ സയൻസ് തപ്പിത്തേടി അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്തതാണ് എന്ന് പറയുന്നതാണ് നമ്മുടെ കാഴ്ചകളൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇതിനൊന്നും പോകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരവരുടെ ഇതൊക്കെ അവരവർക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അത് വേറൊരാൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് ഇന്ന ദൈവമാണ് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കി തന്നത്. ആ ദൈവം റിസൾട്ട് ഉണ്ടാക്കി ആ ദൈവം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തന്നു, വേറൊരു വ്യക്തിക്ക് ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ ആ പറഞ്ഞ ആളുടെ വിശ്വാസമാണ് അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. ആ വിശ്വാസം വേറൊരാൾക്ക് ഉണ്ടായെങ്കിൽ അവർക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും തമ്മിലുള്ള ഫൈറ്റും, അല്ലെങ്കിൽ ഒരു വിശ്വാസമുള്ളവരും മറ്റേ മതവിശ്വാസക്കാരിലെ കയറി അറ്റാക്ക് ചെയ്യുന്നതൊന്നും പോകാതിരിക്കാമെങ്കിൽ ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് ഒന്നേ ഉള്ളൂ. ഇതിനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന, ആ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കൽ ആണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടെ പ്രശ്നങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരാൾ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ അവർ നേരിടുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രോബ്ലങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലൂടെ അത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അത് താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.